കേരളം എസ്റ്റിമേറ്റ്. ഇവിടെ എത്ര പെട്രോളിന്? 150 രൂപ. NH16. വാട്ട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം വൈകിട്ട് 6:30. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ BTM ലേഔട്ടിലാണ്. അങ്ങനെ ഞാനൊരു ലോങ് റൈഡ് പോവാണ് ഇന്ന്. കഴിഞ്ഞ വർഷം ഏകദേശം ഈ ഒരു സമയത്ത് ഞങ്ങളൊരു ഗുജറാത്ത് റൈഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ വർഷവും നമ്മൾ വീണ്ടും നോർത്ത് സൈഡിലേക്ക് ഒരു റൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ഏകദേശം ഒരു 10-12 ദിവസം കൊണ്ട് ഏകദേശം 4600 കിലോമീറ്റർ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് പോയിട്ട് തിരിച്ചു വരുന്നതായിരുന്നു ആ പ്ലാൻ. ഇത്തവണ എന്താണേലും നമ്മൾ നേരെ ഇപ്പുറത്തെ സൈഡിലോട്ട് പിടിക്കുകയാണ്. കഴിഞ്ഞ തവണ നമ്മൾ മഹാരാഷ്ട്ര, ഗുജറാത്ത് അങ്ങനെ അങ്ങ് പോയി. ഇത്തവണ നമ്മൾ ഈ ഒരു നേരെ ഓപ്പോസിറ്റ് സൈഡ് ആന്ധ്ര, ഒറീസ, വെസ്റ്റ് ബംഗാൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൈഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ സിറ്റി ലിമിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഭയങ്കര ട്രാഫിക്കാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. പുള്ളി എനിക്ക് വേണ്ടി സിൽക്ക് ബോർഡ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ജോയിനായി റൈഡ് കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ. നമ്മളിപ്പോൾ റൈഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇതാണ് എൻ്റെ കൂടെയുള്ള ആൾ. അപ്പോൾ 2 പേര്. ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തിരുപ്പതിയാണ്. അപ്പോൾ റൈഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഈ സിറ്റി ലിമിറ്റ് കുറച്ചായിട്ട് കഴിഞ്ഞിട്ട് പറയാം. നല്ല ട്രാഫിക് ഉണ്ട്. ഗൂഗിൾ മാപ്പിൽ 245 കിലോമീറ്ററാണ് ഇവിടുന്ന് തിരുപ്പതിക്ക്. നമ്മൾ ഏകദേശം 12:30 എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഹൊസ്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. സിറ്റിയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണെന്ന് ഫ്രീ റോഡ് കിട്ടിയത്. ഇവിടുന്ന് ഇനി 215 കിലോമീറ്ററാണ് നമുക്ക് തിരുപ്പതിക്കുള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് 4 മണിക്കൂർ 10 മിനിറ്റാണ് തിരുപ്പതിക്കുള്ളത്. അപ്പോൾ നമ്മുടെ ഈ റൈഡ് പ്ലാൻ ഞാൻ ചുരുക്കത്തിലെന്ന് പറയാം. ഇന്ന് സെപ്റ്റംബർ 30 ബാംഗ്ലൂരിൽ നിന്ന് ആദ്യമേ തിരുപ്പതി, അതിനുശേഷം നാളെ രാവിലെ തിരുപ്പതിയിൽ നിന്ന് നേരെ വിശാഖപട്ടണം. അതിനുശേഷം വിശാഖപട്ടണത്ത് നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്യും, ഒരു ഫുൾ ഡേ. അതിനുശേഷം അതിൻ്റെ അടുത്ത ദിവസം നേരെ പുരി പോകും. പുരിയിൽ നമ്മൾ ഒരു നൈറ്റ് സ്റ്റേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഒരു അത്യാവശ്യം നേരത്തെയൊക്കെ എത്തി പുരി ജഗന്നാഥ ക്ഷേത്രവും പിന്നെ കൊണാർക്ക് സൺ ടെമ്പിളൊക്കെ കണ്ടിട്ട് പുരി കവർ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ പുരിയിലെ പ്ലാൻ അതാണ്. അതിനുശേഷം നമ്മൾ നേരെ കൊൽക്കത്ത പോകും. വീണ്ടും കൊൽക്കത്തയിൽ ഒരു ഫുൾ ഡേ ഉണ്ട്. അപ്പോൾ കൊൽക്കത്തയിൽ അത്യാവശ്യം കണ്ടിരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളൊക്കെ ആ ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യും. അതിനുശേഷം അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ നേരെ ഡാർജിലിംഗ്. അതിനുശേഷം ഡാർജിലിംഗ് 2 ദിവസം എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്ലാൻ അനുസരിച്ച് നമ്മൾ ഡാർജിലിംഗിൽ നിന്ന് ചിലപ്പം നാഥുല പാസ് പോകും. ഡാർജിലിംഗിൽ നിന്ന് ഏകദേശം ഒരു 100-120 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ഗാങ്ടോക്ക് വരെ 90 കിലോമീറ്റർ. ഗാങ്ടോക്കിൽ നിന്ന് വീണ്ടും ഒരു 30 കിലോമീറ്ററാണ് നാഥുല പാസ്. അതിനുശേഷം വീണ്ടും നമ്മൾ ഡാർജിലിംഗ് വന്നിട്ട് ഡാർജിലിംഗിൽ നിന്ന് നേരെ വാരണാസിയിൽ ഫുൾ ഒരു ദിവസം നമുക്കൊരു സ്റ്റേ ഉണ്ട്, ഒരു ഫുൾ ഡേ സ്റ്റേ ഉണ്ട്. അപ്പോൾ വാരണാസി എക്സ്പ്ലോറിന് ശേഷം നമ്മൾ അവിടെ നേരെ നാഗ്പൂർ, ഹൈദരാബാദ് വഴി ബാംഗ്ലൂർക്ക്. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ ഏകദേശം ഒരു 14 ദിവസത്തെ റൈഡ് ഉണ്ട്. 14 ദിവസം കൊണ്ട് നമ്മൾ ഏകദേശം 5200 കിലോമീറ്റർ പ്ലസ് റൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. ഫുള്ള് രാത്രി നൈറ്റ് റൈഡാണ് ഇവിടുന്ന് തിരുപ്പതി വരെ. കഴിഞ്ഞ തവണ നമ്മൾ മഹാരാഷ്ട്ര വഴി ഗുജറാത്ത് പിടിച്ചു. ഇത്തവണ നമ്മൾ ആന്ധ്രാപ്രദേശ്, ഒറീസ വഴി വെസ്റ്റ് ബംഗാൾ, പറ്റിയാൽ സിക്കിം വരെ. അതാണ് ഇത്തവണത്തെ റൈഡ്. ഞങ്ങളിപ്പോൾ മുൾബാഗൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടുന്ന് തിരുപ്പതിക്ക് ഏകദേശം 148 കിലോമീറ്റർ ഉണ്ട് ദൂരം. റോഡ് അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇടയ്ക്കിപ്പം കുറച്ച് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, എന്നാലും അത്രയ്ക്ക് തിരക്ക് തോന്നുന്നില്ല. എനിക്കൊന്ന് രാത്രി ആയതുകൊണ്ടായിരിക്കണം. ആന്ധ്രാപ്രദേശ് AMC ചെക്ക്.
ശരിയാണ് വരാം. സോ ഞങ്ങൾ ചെറിയൊരു ചായയൊക്കെ കുടിച്ച് ഒരു ഷോർട്ട് ബ്രേക്കൊക്കെ എടുത്തു. ഇപ്പോൾ സമയം 10:20 നമുക്കിനി തിരുപ്പതിക്ക് 111 കിലോമീറ്റർ ഇവിടുന്ന്. ഏകദേശം 2 മണിക്കൂറിൻ്റെ യാത്ര കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ 2 മണിക്കൂർ എടുക്കത്തില്ലായിരിക്കും. റോഡ് ഒരു രക്ഷയിലോട്ടോ, കിടിലൻ റോഡെന്ന് വെച്ചാൽ കിടിലൻ റോഡ്. ഇടയ്ക്ക് ആ ഒരു കൺസ്ട്രക്ഷൻ്റെ പാർട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 95% അസാധ്യ റോഡാണ്. നമ്മളിപ്പോൾ വന്നുകൊണ്ടിരുന്ന ഹൈവേയിൽ നിന്നൊരു ഡീവിയേഷൻ എടുത്തു. ഇവിടുന്ന് ലെഫ്റ്റ്. അപ്പോൾ ഇനി 71 കിലോമീറ്ററാണ് നമുക്ക് തിരുപ്പതിക്കുള്ളത്. സോ നേരെ പോയി കഴിഞ്ഞാൽ ചെന്നൈ ആയിരുന്നു. സോ ഇവിടുന്ന് അടുത്ത ഹൈവേ. നമുക്കിനി തിരുപ്പതിക്ക് 32 കിലോമീറ്ററേ ഉള്ളൂ. ഈ റോഡ് ഒരു രക്ഷയിലോട്ടോ. 6 ലൈൻ റോഡാണ്. അടിപൊളി റോഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി റോഡ്, ഒന്നും പറയാനില്ല. സ്മൂത്ത് റോഡ്, അധികം ട്രാഫിക്കും ഇല്ല. നമുക്ക് ഈസി ആയിട്ട് ഒരു 90-100 ക്രോസ് ചെയ്ത് പോകാം. ഇത്രയും ദൂരം വന്നത് അറിഞ്ഞു പോലില്ല. ഏകദേശം ഒരു 70-80 കിലോമീറ്റർ നമ്മൾ നല്ല രീതിയിലേക്ക് പോകുന്നു, നല്ല സ്മൂത്തായിട്ട്. ഇനി അടുത്തൊരു 30 കിലോമീറ്റർ, 37 മിനിറ്റാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് അപ്പുറത്തെ സൈഡിൽ എന്തോ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് അവരത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം 2 ലൈനാണ്. സമയം 11:35. നമ്മളിപ്പോൾ തിരുപ്പതി എത്തി. ഇനി നമ്മുടെ റൂമിലോട്ട് ഏകദേശം 1.5 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ ഏകദേശം 6 മണിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ റൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. 6, 5, 11, 5.5 മണിക്കൂർ. ബ്രേക്കും എല്ലാം ചേർത്ത്, ബ്രേക്കും ട്രാഫിക്കും. ആക്ച്വലി ആ ട്രാഫിക്കിൽ കുറച്ച് സമയം പോയി. ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊരു 10:45 ആകുമ്പം ഇവിടെ എത്തിയേനെ. ഫൈനലി നമ്മൾ നമ്മുടെ സ്റ്റേ കണ്ടുപിടിച്ചു. ഇതൊരു സർവീസ് അപ്പാർട്ട്മെൻറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അടുത്തൊരു 5 മണിക്കൂറത്തേക്ക് മാത്രം കണ്ടേ ഉള്ളൂ നമുക്കിവിടെ സ്റ്റേ. അപ്പോൾ ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. ഇന്നിനി വേറെ പരിപാടിയൊന്നുമില്ല, പോയി കിടന്ന് ഉറങ്ങുക. രാവിലെ ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്കും ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. വാട്ട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. നമ്മുടെ റൈഡിൻ്റെ 2ാമത്തെ ദിവസമാണ് ഇന്ന്. ഞങ്ങൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. സമയം രാവിലെ 6:05. ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വിശാഖപട്ടണമാണ്. വിശാഖപട്ടണത്തേക്ക് ഇവിടുന്ന് ഏകദേശം 775 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 14 മണിക്കൂറിൻ്റെ യാത്രയാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. നമ്മൾ വിശാഖപട്ടണം എത്തുമ്പോൾ ഒരു 8 മണി എന്തായാലും ആവും. വിശാഖപട്ടണത്ത് ഇന്ന് നൈറ്റും നാളെ നൈറ്റും അവിടെ സ്റ്റേ ആണ്. അപ്പോൾ ഇന്ന് ഇച്ചിരി ദൂരം റൈഡ് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് നാളെ അത്യാവശ്യം റെസ്റ്റ് എടുക്കാനുള്ള സമയമുണ്ട്. അങ്ങനെ തിരുപ്പതിയോട് യാത്ര പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ വിശാഖപട്ടണം പോകുന്നത്. നമ്മൾ ഇവിടുന്ന് ഒരു കോസ്റ്റൽ ഹൈവേ പിടിച്ചാണ് പോകുന്നത്. അവിടെ നമ്മുടെ പുറകിലെ തിരുമല ആ ഒരു അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് തോന്നുന്നു കാണുന്നത്. നമ്മളെന്തായാലും ഇത്തവണ അമ്പലത്തിൻ്റെ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അത് പിന്നീട് എപ്പോഴെങ്കിലും തിരുപ്പതി വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അമ്പലമൊക്കെ ഒന്ന് കാണാം. റൂട്ടിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ ചെന്നിട്ട് ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം. അത്യാവശ്യം നല്ല റോഡെന്നാണ് കേട്ടിട്ടുള്ളത്. നാഷണൽ ഹൈവേ ആണ്. ഫസ്റ്റ് ഏതാச்சுം പെട്രോൾ ബങ്ക് പാത്ത അങ്ങനെ ഷോപ്പാണല്ലോ. യെസ്, നമ്മളങ്ങനെ ഹൈവേയിലോട്ട് കയറി. നമ്മളെന്തായാലും ഇവിടുന്ന് പെട്രോൾ ഫില്ല് ചെയ്തിട്ട് പോകാം. എനിക്ക് റീഫ്യൂൽ കാണിക്കാൻ തന്നിട്ട് കുറച്ചായി. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 267 കിലോമീറ്റർ ആയിരുന്നു ഇങ്ങോട്ട് റൈഡ് ചെയ്തത്. ഇവിടെ എത്ര പെട്രോളിന് 150 രൂപ. രൂപയാണ് ഇവിടുത്തെ പെട്രോളിൻ്റെ റേറ്റ്. കേരളത്തിൽ 106, കർണാടകയിൽ 102, ഇവിടെ 109.
ഇനി മുമ്പോട്ട് പോകുന്നവർ എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്തായാലും പോയി നോക്കാം. സോ 772 കിലോമീറ്റർ 13 മണിക്കൂർ 37 മിനിറ്റ്. ലെഫ്റ്റ് സൈഡ് ഫുള്ള് മലകളാണ് കേട്ടോ. നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു എയർപോർട്ട് ഉണ്ട് കേട്ടോ. എനിക്കത് തിരുപ്പതി എയർപോർട്ടാണെന്ന് തോന്നുന്നു. അതെ, യെസ്. அது வந்து அந்த ப்ளாக் இருக்கனால கூகுள் மேப்பு ரீரூட் பண்ணுறது ரைட்டு தான். ഇവിടുന്ന് നോക്കുമ്പോൾ റോഡ് അടിപൊളിയാണ്. വിശാഖപട്ടണം വരെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പം ഈ പറഞ്ഞ 13 മണിക്കൂർ എന്നുള്ള ചിലപ്പോൾ ഒരു 12 മണിക്കൂർ 11 മണിക്കൂറിനുള്ളിൽ എത്താൻ പറ്റും. ഇവിടുന്ന് വിജയവാഡ ഏകദേശം 367 കിലോമീറ്റർ ഉള്ളത്. നമ്മൾ പോകുന്നത് വിജയവാഡ വഴിയാണ്. ചെന്നൈക്ക് 121. എനിക്ക് തിരുപ്പതി ചെന്നൈക്ക് വളരെ അടുത്താന്ന് തോന്നുന്നു, ബാംഗ്ലൂരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുപോലത്തെ റോഡിൽ ടോൾ കൊടുത്താൽ പോലും നമുക്ക് അത്രയ്ക്കൊരു എന്താ പറയുക, ഒരു വിഷമം തോന്നുന്നില്ല. അതുപോലത്തെ റോഡാണ്. ഇടയ്ക്ക് ഇതുവരെ മെയിൻ്റെനൻസിന് വേണ്ടി ക്ലോസ് ചെയ്തിരിക്കുന്ന പാർട്ടൊന്നും നമ്മൾ ഇതുവരെ കണ്ടില്ല. സോ വിജയവാഡ 359, നെല്ലൂർ 78 കിലോമീറ്റർ. സോ നമ്മൾ കുറച്ച് മുമ്പ് വന്നിരുന്ന ആ 6 ലൈൻ റോഡിൽ നിന്ന് ഒരു ഡീവിയേഷൻ എടുത്തായിരുന്നു. അത് നേരെ ചെന്നൈക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മൾ ഡീവിയേഷൻ എടുത്തിട്ട് ഇപ്പോൾ ഒരു 4 ലൈൻ റോഡിലോട്ടാണ് കയറിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് വിജയവാഡ കൊൽക്കത്ത റൂട്ട്. നമുക്ക് പോകേണ്ട റൂട്ട് തന്നെ. സോ ഇവിടുന്ന് കൊൽക്കത്തയ്ക്ക് 1558 കിലോമീറ്റർ. സോ ഇതിപ്പോൾ വിജയവാഡ നെല്ലൂർ ഹൈവേ ആണ്. ഈ റൂട്ടിൽ അത്യാവശ്യം നല്ല ഡ്രഗ് ട്രാഫിക് ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്ന റൂട്ടിൻ്റെ 2 സൈഡും കൃഷിസ്ഥലമാണ്. മൊത്തം എനിക്ക് തോന്നുന്നത് നെൽകൃഷി ആയിരിക്കണം, നെൽപ്പാടങ്ങളാണ് ഫുള്ള്. ഇവിടെയെല്ലാം ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ സമയം തോന്നുന്നു. നെല്ല് കൊയ്തിട്ട് ഇട്ടിരിക്കുന്ന പാടങ്ങളാണ്. പക്ഷെ എന്നാലും കാണാൻ ഒരു ഭംഗിയുണ്ട്. ഈ രാവിലെ സമയത്ത് പോകുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള ഭംഗി. പക്ഷെ നമ്മൾ ഒങ്കോള എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പ്ലാൻ. അതിന് ഇവിടുന്ന് ഏകദേശം ഒരു 180 കിലോമീറ്റർ ഉണ്ട്. ഒരു വെങ്കടാചലം ടോൾ പ്ലാസ. നമ്മളിപ്പോൾ ഒരു വലിയൊരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു പുഴ ഒഴുകുന്നുണ്ട്. പെന്നാ റിവർ എന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. സോ ഇതേ പെന്നാ റിവർ തന്നെയാണ് നമ്മൾ ഗണ്ടിക്കോട്ട പോകുമ്പം അവിടെ കാണുന്നത്. ആ ഗണ്ടിക്കോട്ട കാന്യൻ രൂപപ്പെട്ടത് പെന്നാ റിവറിൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒഴുക്ക് പോലാണ്. അപ്പോൾ വളരെ യാദൃച്ഛികമായിട്ട് നമ്മളിപ്പോൾ ആ പെന്നാ റിവർ ക്രോസ് ചെയ്തിരിക്കുകയാണ്. സോ ഇവിടുന്ന് ഇനി വിശാഖപട്ടണം 633 കിലോമീറ്റർ ആണുള്ളത്. 10 മണിക്കൂർ 55 മിനിറ്റാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന ടൈം. അടിപൊളി റോഡാണ്. അടുത്ത 181 കിലോമീറ്റർ നമ്മൾ ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. NH16. നമുക്കിനി വിശാഖപട്ടണം 589 കിലോമീറ്റർ. 10 മണിക്കൂർ 9 മിനിറ്റാണ് ഇവിടുന്ന് ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന ടൈം. ഈ റൂട്ടിൽ മൊത്തം ഈ റോങ് സൈഡ് കയറി വരുന്നവരാണ് കേട്ടോ കൂടുതലും. ഓട്ടോയും ബൈക്കും കാറും എല്ലാം വരുന്നുണ്ട് ഈ ഹൈവേയിൽ. റോങ് സൈഡ് ശ്രദ്ധിച്ചോടിച്ചില്ലേ 8ൻ്റെ പണി കിട്ടും.
ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. സമയം 8:55. എവിടെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തണം കുറച്ച് കഴിഞ്ഞിട്ട്. ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. റോഡ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ, അടിപൊളി റോഡാണ്. വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കാണാനൊന്നുമില്ല. ട്രാഫിക് അത്രയ്ക്ക് തോന്നുന്നില്ല. ഇപ്പം അധികം ട്രാഫിക് ഇല്ല. എനിക്കത് രാവിലെ സമയമായതുകൊണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ഓങ്കോള എന്ന് പറയുന്നൊരു സ്ഥലത്ത് എത്താറായി. അവിടേക്ക് ഏകദേശം ഒരു 5 കിലോമീറ്റർ സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ അവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാമെന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇവിടെ നിന്ന് കൊൽക്കത്തയ്ക്ക് 1368 കിലോമീറ്റർ ഉള്ളത്. നമ്മൾ കൊൽക്കത്ത ചെല്ലുന്നത് ഇന്ന് വൈകിട്ട് വിശാഖപട്ടണം, നാളെ ഫുൾ ഡേ വിശാഖപട്ടണം, നാളെ കഴിഞ്ഞ് നേരെ പുരിയിൽ വന്ന് സ്റ്റേ, അതിനുശേഷം അതിൻ്റെ പിറ്റേന്ന് നേരെ കൊൽക്കത്ത. ഇന്ന് 1-ാം തീയതിയാണ്. 1, 2, 3, 4, 4-ാം തീയതി വൈകിട്ട് നമ്മൾ കൊൽക്കത്ത ചെല്ലും. വണ്ടിയുടെ മൈലേജ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാണിക്കുന്നത് 26 കിലോമീറ്ററാണ് മൈലേജ് കാണിക്കുന്നത്. സോ നമ്മൾ ഇതിന് മുമ്പത്തെ ഫുൾ ടാങ്ക് അടിച്ചതിന് ശേഷം ഏകദേശം 250 കിലോമീറ്റർ അടുത്ത് വന്നിട്ടുണ്ടെന്ന് ഡൗട്ടാണ്. 230 മറ്റോ ആയപ്പോഴത്തേക്കും റീഫ്യൂൽ കാണിക്കാൻ തുടങ്ങിയായിരുന്നു. ഞങ്ങളിവിടെ ചെറിയൊരു ടീ ബ്രേക്കിന് ചവിട്ടുവാണ്. അപ്പോൾ ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഇവിടുന്ന് ഇനി 498 കിലോമീറ്ററാണ് വിശാഖപട്ടണത്തിലുള്ളത്. ഏകദേശം 9 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് ഇനി. അപ്പോൾ നമ്മളൊരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് കണ്ടിട്ടുണ്ട്. ഓക്കെ, സമയം 10:30. ഇന്നത്തെ 2ാമത്തെ ഫുൾ ടാങ്ക് അടിച്ചു. എനിക്ക് 1172 രൂപയായി. 10 ലിറ്റർ. സ്ട്രെച്ചിൽ എത്ര മൈലേജ് കിട്ടുന്നു അടുത്ത ഫുൾ ടാങ്ക് അടിക്കാൻ നേരം നോക്കാം. വിശാഖപട്ടണം 495 കിലോമീറ്റർ. അപ്പോൾ നമ്മുടെ ഇനി അടുത്ത മെയിൻ സ്റ്റോപ്പ് എന്ന് പറയുന്നത് വിജയവാഡയായിരിക്കും. അടിപൊളി സ്ഥലം കേട്ടോ. ലെഫ്റ്റ് സൈഡ് ഫുള്ള് മലകളാണ്. ഞങ്ങളിടയ്ക്ക് നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. കിടലൻ റോഡ് ഈ അടുത്തിടയ്ക്ക് എന്തോ പണി കഴിഞ്ഞാണ്. 6 ലൈൻ റോഡ്, നല്ല വീതിയിൽ സർവീസ് റോഡും എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. നടുക്കത്തെ മീഡിയനിൽ മൊത്തം ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഹൈവേ റൈഡിൻ്റെ ഒരു വിരസത നമുക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. അതാണ് ഹൈലൈറ്റ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നല്ല അടിപൊളി കാഴ്ചയുണ്ട്. ആ ഫ്രണ്ടിലൊരു മല. ഗുണ്ടൂർ ചിക്കൻ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അത് ഈ ഗുണ്ടൂരിൽ നിന്നായിരിക്കും ചിലപ്പം ഉണ്ടായത്. അങ്ങനെ ഗുണ്ടൂർ ക്രോസ് ചെയ്തു. ഇവിടുന്ന് ഇനി 400 കിലോമീറ്റർ വിശാഖപട്ടണം. 7 മണിക്കൂർ 30 മിനിറ്റ് യാത്രാ സമയം. അടിപൊളി. 2 സൈഡും മരങ്ങളൊക്കെ വെച്ച് സെറ്റ് സ്ഥലം കേട്ടോ. എനിക്കൊന്ന് വിജയവാഡ എത്തിയെന്ന് തോന്നുന്നു. സിറ്റിയിലോട്ട് എത്തുന്നതേ ഉള്ളൂ. ഇതിൽ അത്യാവശ്യം വലിയ സിറ്റിയാന്ന് തോന്നുന്നുണ്ട് വിജയവാഡ. എല്ലാം ക്ലീൻ ആയിട്ടുള്ള റോഡ്, 2 സൈഡും മരങ്ങളൊക്കെ വെച്ച്, ഇടയ്ക്ക് അപ്പാർട്ട്മെന്റ്സ് ഒക്കെ കാണാനുണ്ട്.
ഇത്രയും ദൂരം വന്നാൽ ഇപ്പോഴാണ് കേട്ടോ ചെറിയൊരു ട്രാഫിക് എങ്കിലും കണ്ടത്. ഇത്ര നേരം ഒന്നുമില്ലായിരുന്നു, നല്ല ഫ്രീ റോഡ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോഴത്തേക്ക് ഇത് കൃഷ്ണ റിവറാണെന്ന് അറിയാൻ പറ്റിയതാണ്. ഓ എൻ്റെ മോനെ, നമ്മളിപ്പോൾ കൃഷ്ണ റിവറിൻ്റെ മേളിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ആറാ മേലെ പോറ ഒടുക്കത്തെ വീതിയാണ് കേട്ടോ, ഒടുക്കത്തെ വീതി. നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കും ട്രാഫിക് കുറച്ച് കൂടി. എനിക്കൊന്ന് നമ്മൾ സിറ്റിയിലോട്ട് വല്ലതും കയറാൻ പോകുമായിരിക്കും. അയ്യോ നൈസ്. ഇപ്പം നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് ഇവിടെ നിർത്താൻ പറ്റത്തില്ല. ഹെലിപ്പാഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ഹെലികോപ്റ്റർ പോകുന്നു. അംബേദ്കറിൻ്റെ ഒരു പ്രതിമ കാണുന്നുണ്ട്. കേരള ആ ബ്രോ, ബംഗാൾ ബംഗാൾ വെസ്റ്റ് ബംഗാൾ. ആ കേരള. എസ്റ്റിമേറ്റ് ഒരു ഫോളോവറൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. ആ റിവറിൻ്റെ ആ ഒരു സൈഡ് നല്ല വീതിയായിരുന്നു. കുറച്ച് സമയം എടുത്തത് ക്രോസ് ചെയ്യാൻ. അപ്പോൾ വെൽക്കം ടു വിജയവാഡ. നല്ല തിരക്കുണ്ട്. നമ്മൾ തിരുപ്പതിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴാണ് ഒരു മെയിൻ സിറ്റി ക്രോസ് ചെയ്യുന്നത്. ഫൈനലി നമ്മളൊരു ആന്ധ്രാപ്രദേശിലെ ഒരു മേജർ സിറ്റിയിലോട്ട് വന്നിരിക്കുകയാണ്. കൊൽക്കത്ത 1100, ഭുവനേശ്വർ 820. ഞാൻ ആദ്യം വിചാരിച്ച സിറ്റി കഴിഞ്ഞതാണ്, പക്ഷേ സിറ്റി തീർന്നിട്ടില്ല. നമ്മൾ 2-3 അത്യാവശ്യം നല്ല തിരക്കുള്ള ട്രാഫിക് ജംഗ്ഷനിൽ പെട്ടുപോയായിരുന്നു. ഇപ്പം വീണ്ടും കുറച്ചൊരു ഫ്രീ ആയിട്ടുള്ള റോഡ് വന്നു. പക്ഷേ ഇത് സ്റ്റിൽ വിജയവാഡ സിറ്റിക്കുള്ളിൽ തന്നെയാണ്. പക്ഷേ ഒരു രക്ഷയില്ല, നല്ല ക്ലീൻ സിറ്റി, അടിപൊളി റോഡ്, മറ്റേ മീഡിയനൊക്കെ നല്ല മരങ്ങളും ചെടികളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. റോഡ് സൈഡിലൊന്നും അങ്ങനെ വേസ്റ്റോ അങ്ങനെ ഒന്നും കാണാനില്ല. ഒരു ബ്യൂട്ടിഫുൾ സിറ്റി, സൂപ്പർ സിറ്റിടാ. ഇങ്ങ പാரு എവ്വളോ ക്ലീൻ റോഡ്. അപ്പോൾ നമ്മളിവിടെ ലഞ്ച് ബ്രേക്കിന് നിർത്തിയായിരുന്നു. സമയം 1:57, 2 മണിയായി. ഏകദേശം ഒരു 40-45 മിനിറ്റ്സ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. നമ്മളിവിടുന്ന് യാത്ര കണ്ടിന്യൂ ആണ്. വിശാഖപട്ടണത്തിന് ഇവിടുന്ന് 312 കിലോമീറ്റർ, 5 മണിക്കൂർ 45 മിനിറ്റ്. ഓക്കെ, അപ്പോൾ നേരെ വിശാഖപട്ടണം. ഞാനിതാ ഈ റൂട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വീഡിയോയുടെ. ഭുവനേശ്വർ 721, കൊൽക്കത്ത 1181, വിശാഖപട്ടണം 306. ഗോദാവരി റിവർ, യെസ്. നമ്മളിപ്പോൾ ഗോദാവരി റിവർ ക്രോസ് ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് വിജയവാഡയിൽ വെച്ചിട്ട് നമ്മൾ കൃഷ്ണ റിവർ ക്രോസ് ചെയ്തു. ഇതിപ്പോൾ ആന്ധ്രാപ്രദേശിലെ അടുത്ത ഒരു വലിയ നദിയാണ് ഗോദാവരി. എൻ്റെ മോനെ, അവിടെ ഒരു റൈറ്റ് സൈഡിൽ ഒരു പാലം കാണുന്നുണ്ട്. നിറഞ്ഞൊഴുകാണ് കേട്ടോ, അടിപൊളി. ഒരു 2-2.5 കിലോമീറ്റർ എങ്കിലും നീളം കാണും ഈ പാലത്തിനും, അല്ലെങ്കിൽ ആ ഒരു പുഴയുടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക്. വാവ്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ പുഴയിൽ മറ്റേ എക്കലടിഞ്ഞു വന്നിട്ട് ഉണ്ടായ ഐലൻഡ് പോലെ ചെറിയ ചെറിയ തുരുത്തുകളുണ്ട്. അപ്പോൾ ഈ പാലം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ക്രോസ് ചെയ്ത് അങ്ങ് പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ 2 കിലോമീറ്റർ ഒന്നും അല്ല, കുറഞ്ഞ ഒരു 5 കിലോമീറ്റർ അടുത്തെങ്കിലും ഈ പാലത്തിന് നീളമുണ്ട്. അതുപോലെ നല്ല ഒഴുക്കുമാണ് ഈ വെള്ളത്തിന്. ഓ എൻ്റെ മോനെ, സൂപ്പർ സൂപ്പർ. മച്ചാ ഇന്നും മുടിയല്ലടാ, ഇന്നും ഇരിക്കടാ. കണ്ടില്ല, മിനിമം 5 കിലോമീറ്റേഴ്സ് മിനിമം. ഫൈനലി ആ പാലം കഴിഞ്ഞു കേട്ടോ. ഒരു 5-5.5 കിലോമീറ്റർ കുറഞ്ഞത് നീളം കാണും ഗോദാവരി നദിയുടെ മേൽക്കൂടെയുള്ള പാലത്തിന്. അടിപൊളി.
സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. പക്ഷേ എന്തായാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കിനി 126 കിലോമീറ്ററാണ് വിശാഖപട്ടണത്തിന്. ഏകദേശം 3 മണിക്കൂറിൻ്റെ യാത്ര കാണിക്കുന്നുണ്ട്. അതാണ് മനസ്സിലാകുന്നത്. 136 കിലോമീറ്റർ 3 മണിക്കൂർ എന്തുകൊണ്ടാണ് കാണിക്കുന്നതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇനിയിപ്പോൾ റോഡ് മോശമാണോ എന്താണെന്നറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. ഇവിടെ ഇപ്പം ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വിശാഖപട്ടണം എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്രതീക്ഷിതമായിട്ടായിരുന്നു മഴ. 4 മണി വരെയൊന്നും കുഴപ്പമില്ലായിരുന്നു. അതിന് ശേഷം പയ്യെ അങ്ങോട്ട് പെയ്തു തുടങ്ങി. ശക്തമായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നുള്ളൂ. പക്ഷേ അതിങ്ങനെ ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം വൈശാഖ് എത്താറായി. ഇനി 17 കിലോമീറ്ററേ ഉള്ളൂ. ഇപ്പോൾ ഒരു ട്രാഫിക്കിൽ കിടക്കുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് എവിടുന്ന് എങ്ങോട്ടോ. ഹാപ്പി ജേർണിയൊക്കെ പറയുന്നുണ്ട്. അടിപൊളി. നമ്മളങ്ങനെ ഫൈനലി വിശാഖപട്ടണം എത്തി. നമ്മുടെ റൂമിലേക്ക് ഏകദേശം 3.5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ തിരുപ്പതിയിൽ നിന്ന് വിശാഖപട്ടണം ഏകദേശം 776 കിലോമീറ്റർ സംതിങ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ 6:10 ഏകദേശം 6:10 അവിടുന്ന് പുറപ്പെട്ടത്. ഇപ്പോൾ സമയം 7:22. സോ ഏകദേശം 13 മണിക്കൂറെടുത്ത് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അത് ഇൻക്ലൂഡിങ് ബ്രേക്കിംഗ് കൂടെ ചേർത്താണ് കേട്ടോ. സോ റോഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വിശാഖപട്ടണം എത്തുന്നതിന് ഒരു 130 കിലോമീറ്റർ മുമ്പ് വരെ നല്ല കിടിലൻ റോഡാണ്. 6 ലൈൻ ഹൈവേയും കാര്യങ്ങളൊക്കെയാണ്. അതിന് ശേഷം പിന്നെ അവസാനത്തെ ഒരു 130-140 കിലോമീറ്റർ 4 ലൈൻ ഹൈവേ ആണ്. പക്ഷേ അത്യാവശ്യം നല്ല വെഹിക്കിൾ മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഡിലേ ആകുന്നുണ്ടായിരുന്നു. സോ നമ്മൾ വിചാരിച്ചൊരു സമയത്ത് ഓടിയെത്താൻ അതുകൊണ്ടാണ് പറ്റായിരുന്നത്. ഗൂഗിൾ മാപ്പിൽ കാണിച്ച അതേ സമയത്ത് തന്നെ ഓടിയെത്തി, ഇൻക്ലൂഡിങ് ബ്രേക്കിംഗ് കൂടെ ചേർത്തിട്ടാണെങ്കിലും. വിശാഖപട്ടണം പോർട്ട് അതോറിറ്റി, യെസ്. ഇവിടെ കൊച്ചി പോർട്ട് പോലെ തന്നെ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർട്ടാണ് ഇവിടുത്തെ. കേരള. Now I'm coming from Bangalore. Hi. From Bangalore, from Baika. Go to Kerala. No, we are going to Kolkata. റൂമിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ. നമ്മുടെ ഇന്നത്തെ റൈഡ് വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് വിശാഖപട്ടണത്തിൻ്റെ കുറച്ച് വീഡിയോസ് ആയിട്ട് ഉടനെ കാണാം. നമ്മളൊരു ചെറിയ നൈറ്റ് റൈഡിന് പോവാണ് ടു RK ബീച്ച്. RK ബീച്ചിൽ പോയി കുറച്ച് നേരം ബീച്ചിലിരുന്ന് അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലോട്ട് വരണം. അതാണ് ഇന്നത്തെ ഇനിയുള്ള പ്ലാൻ. വിശാഖപട്ടണത്തെ രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങൾ രാവിലെ ചെറിയ ഒരു ചുറ്റിക്കറങ്ങലിന് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഉള്ളത് RK ബീച്ചിലാണ്, രാമകൃഷ്ണ ബീച്ച്. ഇവിടെ ഒരു വലിയൊരു സബ്മറൈൻ മ്യൂസിയം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ നമ്മൾ എത്തിയ സമയം കുറച്ച് നേരത്തെ ആയിപ്പോയി. ഇവിടെ 2 മണി തൊട്ടേ ഉള്ളൂ ഇവിടെ എൻട്രി. അപ്പോൾ നമ്മളിങ്ങനെ വന്ന് പുറത്ത് ഇവിടെ എല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ചുറ്റിക്കറങ്ങിയിട്ട് 2 മണിയാകുമ്പോൾ നേരെ വന്ന് ഇതിനകത്ത് കയറി ഇതിനകത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യമേ പോയിട്ട് ഈ വിശാഖപട്ടണം ബീച്ചിൻ്റെ സൈഡൊക്കെ ഒന്ന് കറങ്ങി വരാം. ഇവിടെ കുറേയധികം കടകളും ചെറിയ മ്യൂസിയവും അങ്ങനെയുള്ള കുറേ സെറ്റപ്പുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് 2 മണിയാകുമ്പോൾ തിരിച്ച് സബ്മറൈൻ്റെ അടുത്ത് വന്ന് ഇതിനുള്ളിൽ കയറാം.